അതെ, എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ നോർത്ത് ബ്രൂൺസ്വിക്കിലുള്ള അരുസുവേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ചെട്ടിനാട് ക്യുസീനാണ്. ഇവിടെ വീക്കെൻഡ്സ് ആവുമ്പോൾ ബുഫേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് അതിനായിരുന്നു. അതാവുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഫുഡ് ഐറ്റംസ് തന്നെ കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. എനിക്ക് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മളിങ്ങനെ ലൈനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ബാക്കിലും ആളുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അകത്ത് ഫുള്ള് വെജ് ഐറ്റംസും അടുത്ത സൈഡിൽ നോൺ വെജ് ഐറ്റംസ് ആയിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ ആദ്യം നോൺ വെജിലേക്കാണല്ലോ കണ്ണ് പോവുക. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം. ഈസ്റ്റർ ആയിരുന്ന കാരണം അത് റിലേറ്റഡ് ഐറ്റംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതായത് ഡക്ക് മപ്പാസ് ആണ്, പിന്നെ അടുത്ത് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ടിക്ക മസാല, ഫിഷ് കറി, ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ മട്ടൻ കറി, നാൻ ഒക്കെ മിഡിലെ സെക്ഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ മുയലിറച്ചി ഉണ്ടായിരുന്നു കേട്ടോ, പള്ളിപ്പാളയം റാബിറ്റ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് തന്നെ ഫിഷ് ബജി ഉണ്ടായിരുന്നു. പിന്നെ തന്തൂരി ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു. കരിമീനുണ്ട്, ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ള കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ. മോനാണെങ്കിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ, എന്നിട്ട് കഴിക്കാതിരിക്കുന്നുണ്ട്. ആഹാരം കഴിക്കേണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരായേ. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട്. ഇത് അൺലിമിറ്റഡ് ഫുഡാണ്. അപ്പോൾ 12 to 3 PM വരെ ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എത്രയാണെന്ന് വെച്ചാൽ കഴിക്കാം. പാവ അവനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾ എടുത്തത്. ഇത് ചിക്കൻ തന്തൂരി മിക്സ്, ഇത് റാബിറ്റ്, ഇത് ഫിഷ് മാന്തൽ ബജി, വട, ഇത് പനീർ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇനി വെജ് ഐറ്റംസിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ജാക്ക് ഫ്രൂട്ട് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. പിന്നെ അടപ്രഥമൻ, ശർക്കര പൊങ്കൽ, പൈനാപ്പിൾ കിച്ചടി, കൂട്ടുകറി, അവിയൽ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ വിഷുവിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഇതുപോലെ സദ്യ ഐറ്റംസ് ആയിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. പൈനാപ്പിൾ പച്ചടി, പിന്നെ ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെയും ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ്. നടുവിൽ നോക്കുകയാണെങ്കിൽ വട, നൂഡിൽസ്, ബജി, സാമ്പാർ സാദം, പിന്നെ മട്ടൻ കറി, അങ്ങനെ പോകുന്ന ഐറ്റംസ്. ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തൊരു സ്വാദ്! ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ അതെല്ലാം കഴിക്കാനാണ് വയറില്ലാത്തത്. പിന്നെ ക്രാബ് ഉണ്ടായിരുന്നു. ബിരിയാണി കാടയുണ്ടോ? കാടയിറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി. ഈ ഒരു സെക്ഷനിൽ അവർ സ്റ്റീം ചെയ്തിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഡ്ഡലി, നൂലപ്പം, മോമോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൂലപ്പം എടുത്തു കേട്ടോ. നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു. പിന്നെ ഞണ്ടുകറിയൊക്കെ ആ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ മോമോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. അയ്യോ, ഭയങ്കരം തന്നെ. എനിക്കിതിൽ എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെ കുറേ ഫുഡ് കണ്ടാൽ തന്നെ എൻ്റെ വയറ് നിറയും. അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. 1 or 2 ആണെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. അടുത്തത് ഡിസേർട്ട്. അതില്ലാതെ എന്താഘോഷമല്ലേ. അതും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ മധുരത്തോട് അത്ര പ്രിയമില്ല. അത് കാരണം ഞാൻ അതൊന്നും കുറേ ട്രൈ ചെയ്തില്ല. പിന്നെ ഇവിടെ ഐസ്ക്രീമും പിന്നെ അതേ സൈഡിൽ നമ്മുടെ നാടൻ അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ എനിക്കതൊന്നും കഴിക്കാനുള്ള വയറില്ലാത്ത കാരണം ഒന്നും എടുത്തില്ല. ഏട്ടൻ ഒരുവിധം എല്ലാം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഏട്ടൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അവസാനം ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് അവസാനിപ്പിച്ചു. അങ്ങനെ 3 മണിയൊക്കെ ആവാറായപ്പോൾ അവരെ ബുഫേ ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ആളുകളൊക്കെ പോയി തുടങ്ങി. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഒരു സൗത്ത് ഇന്ത്യൻ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ